പ്രൊമനേഡിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിലേക്ക് നോക്കിയാൽ തിരമാലകൾക്കിടയിൽ പഴയൊരു കടൽപ്പാലത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. 1960കളുടെ തുടക്കത്തിൽ നിർമ്മിച്ച ഈ പാലം കടലിലേക്ക് ഏകദേശം 200 മീറ്ററിലധികം നീളത്തിൽ കിടക്കുന്നുണ്ട്. ഒരു കാലത്ത് പോണ്ടിച്ചേരിയുടെ സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്നു ഇത്. കപ്പലുകളിൽ നിന്ന് നേരിട്ട് ചരക്കുകൾ കരയിലെത്തിക്കാൻ ഇതിലൂടെ ഒരു റെയിൽവേ ലൈൻ വരെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ 2022 മാർച്ചിലുണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചതിനെ തുടർന്ന് പാലത്തിന്റെ നടുഭാഗം തന്നെ തകർന്ന് പകുതി കടലിൽ പതിച്ചു. ഇന്ന് കാണുന്ന ഈ തകർന്ന രൂപം ഒരുപക്ഷെ പൂർണ്ണമായി തന്നെ കടലിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങളാൽ അന്നു മുതൽ ഇവിടേക്ക് ആളുകളുടെ പ്രവേശനം അനുവദനീയമല്ല. ലൈഫ് ഓഫ് പൈ പോലെയുള്ള ഹോളിവുഡ് സിനിമകളുടെ പോലും പശ്ചാത്തലമായി മാറിയതോടെ ഇതൊരു പ്രശസ്തമായ ദൃശ്യ അടയാളമായി മാറിയിരിക്കുകയാണ്. എങ്കിലും ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കടലിന്റെ പ്രവചനാതീതമായ കരുത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ തകർന്ന പാലം. ലോകത്തിലേക്കുള്ള ഒരു കവാടം പണിയാൻ സഹായിച്ച അതേ കടൽ തന്നെ ഒടുവിൽ അതിനെ തകർക്കുകയും ചെയ്തിരിക്കുന്നു. ഫ്രഞ്ച് ക്വാർട്ടറിലെ ശാന്തമായ തെരുവുകളിലൂടെ നടത്തം നമ്മെ എത്തിക്കുന്നത് പോണ്ടിച്ചേരിയിലെ ഏറ്റവും മനോഹരമായ മറ്റൊരിടത്തേക്കാണ്. അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ചർച്ച്. ഇതിനെ എഗ്ലിസ് ഡി നോത്രദാം ഡെസ് ഏഞ്ചൽസ് എന്നും വിളിക്കുന്നുണ്ട്. ഇതൊരു സാധാരണ പള്ളിയല്ല. കൃത്യമായി പറഞ്ഞാൽ ഇതേ സ്ഥാനത്ത് പണിയുന്ന 4ാമത്തെ ക്രിസ്ത്യൻ പള്ളിയാണിത്. 18ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ ഇവിടുത്തെ ആദ്യകാല കെട്ടിടങ്ങളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് 1761 ബ്രിട്ടീഷുകാർ ഈ കെട്ടിടം പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കുകയുണ്ടായി. നെപ്പോളിയൻ മൂന്നാമൻ സമ്മാനമായി നൽകിയ ഭൂമിയിലാണ് ഈ പള്ളി നിലനിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായി കിഴക്കോട്ട് ദർശനമായാണ് ഫ്രഞ്ചുകാർ ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പോണ്ടിച്ചേരിയുടെ തീരത്തേക്ക് വരുന്ന നാവികർക്ക് കടലിൽ നിന്നുകൊണ്ട് ആദ്യം കാണുന്ന അടയാളം ഈ പള്ളി ആയിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഫ്രഞ്ച് വിശ്വാസത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായി അവരെ കരയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒന്നായിരുന്നു ഈ ക്രിസ്ത്യൻ പള്ളി. പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് ഭരണകൂടത്തിന് ഈ പള്ളി എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. നിലവിലെ പള്ളി 1851 1855 ഇടയിൽ നെപ്പോളിയന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. അദ്ദേഹം വ്യക്തിപരമായി ഇവിടം സന്ദർശിക്കുകയും പള്ളിയിലേക്ക് ഒരു ചിത്രം സമ്മാനമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ലൂയിസ് ഗൊറെ ആയിരുന്നു ഇതിന്റെ ശില്പി. വാസ്തുവിദ്യയുടെ കാര്യത്തിൽ ഈ പ്രദേശം പൊതുവെ കാണാത്ത ഒരു ഗ്രീക്ക് റോമൻ ശൈലിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ മിക്ക പള്ളികളിലും കാണാറുള്ള കൂർത്ത ഗോപുരങ്ങൾക്ക് പകരം ചതുരാകൃതിയിലുള്ള 2 മണിഗോപുരങ്ങളും വൃത്താകൃതിയിലുള്ള കമാനങ്ങളുമാണ് ഈ പള്ളിക്കുള്ളത്. പാരീസിലെ നോട്ടർഡാം, ഫ്രാൻസിലെ തന്നെ ലൂർദ് ബസിലിക്ക എന്നിവയുടെ മാതൃകയിലാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പും മുട്ടയുടെ വെള്ളയും ചേർത്ത ഒരു പരമ്പരാഗത മിശ്രിതം ഉപയോഗിച്ചാണ്. അതാണ് ചുവരുകൾക്ക് മാർബിൾ പോലെ മിനുസമാർന്ന തിളക്കം നൽകുന്നത്. ഇന്ന് ഇതിന്റെ പുറംകാഴ്ച കാണുമ്പോൾ ഫ്രഞ്ച് റിവിയേരയിലെ മനോഹരമായ കെട്ടിടങ്ങളെ ഓർമ്മിപ്പിക്കും. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് ദക്ഷിണ ഫ്രാൻസിന്റെ ഒരു കൊച്ചു പതിപ്പ് പോലെ ഈ പള്ളി നിലകൊള്ളുന്നു. ഇന്നും പോണ്ടിച്ചേരിയിൽ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, തമിഴ് എന്നീ 3 ഭാഷകളിൽ കുർബാന നടത്തുന്ന ഏക പള്ളിയാണിത്. ഈ നഗരത്തിന്റെ സവിശേഷമായ സ്വത്വം മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മാത്രം മതിയാകും. കുറച്ച് തെരുവുകൾ കൂടി പിന്നിടുമ്പോൾ അന്തരീക്ഷം പെട്ടെന്ന് മാറുന്നു. തിരക്കേറിയതും ചടുലവുമായ ഒരു പാത നമ്മുടെ മുമ്പിൽ തെളിയുന്നു. ഇതാണ് മണകുള്ള വിനായകർ ക്ഷേത്രത്തിലേക്കുള്ള കവാടം. പാതയുടെ ഇരുവശങ്ങളിലും വൈവിധ്യമാർന്ന പൂക്കളും മാലകളും പൂജയ്ക്കുള്ള മറ്റു സാധനങ്ങളും വിൽക്കുന്ന കടകൾ നിരനിരയായി കാണാം. 1600കളിൽ ഫ്രഞ്ചുകാർ എത്തുന്നതിനും എത്രയോ മുൻപേ ഈ ക്ഷേത്രം ഇവിടെയുണ്ട്. മണകുള വിനായകർ എന്ന പേര് തന്നെ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. മണലും കുളവും ചേർന്ന മണൽക്കുളം, അതാണ് മണകുള വിനായകർ. പണ്ട് ബംഗാൾ ഉൾക്കടലിന് സമീപം മണൽ നിറഞ്ഞ ഒരു കുളത്തിനരികിൽ സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രമായതിനാലാണ് ഇതിന് ആ പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 1688
ഫ്രഞ്ചുകാർ തങ്ങളുടെ കോട്ട പണിയുന്ന സമയത്ത് ഈ ക്ഷേത്രം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചു. അതിനായി ഇവിടുത്തെ ഗണപതി വിഗ്രഹം അവർ കടലിലെറിഞ്ഞു. ഒരിക്കലല്ല, പലതവണ. ഓരോ തവണയും ആ വിഗ്രഹം അത്ഭുതകരമായി ക്ഷേത്രത്തിലെ ശ്രീകോവിലേക്ക് തന്നെ തിരിച്ചെത്തി. ഒടുവിൽ ഫ്രഞ്ചുകാർ ആ ശ്രമം തന്നെ ഉപേക്ഷിച്ചു. ഈ അനുഭവം അവരെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവാണ് പിന്നീട് അവരും ഈ വിനായകൻ്റെ ഭക്തരായി മാറി. ഈ വിനായകനോട് ഫ്രഞ്ച് ഭരണാധികാരികൾക്കുണ്ടായ ഇഷ്ടം കാരണം വെള്ളക്കാരൻ പിള്ളയെന്നും മണകുല വിനായകൻ അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്ത് ക്യാമറകൾക്ക് അനുമതിയില്ലെങ്കിലും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ കൗതുകകരമായ ഒരു കാര്യം ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്തുണ്ട്. പ്രധാന പീഠത്തിന് താഴെയായി എപ്പോഴും വെള്ളം നിറഞ്ഞിടക്കുന്ന ഒരു ചെറിയ കുഴിയുണ്ട്. ഏത് കാലാവസ്ഥയിലാണെങ്കിലും അതിലെ ജലനിരപ്പ് ഒരിക്കലും മാറില്ല എന്നതാണ് അത്ഭുതം. ഈ സ്ഥലത്തിന് മണകുല വിനായകർ എന്ന പേര് വരാൻ കാരണമായ ആ പഴയ ഭൂഗർഭ ഉറവയുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അമിതമായി തേൻ കഴിച്ച ഗണപതിയെ തണുപ്പിക്കാനായി ഭഗവാൻ പരമശിവൻ തന്നെ സൃഷ്ടിച്ചതാണ് ഈ ഉറവ എന്നാണ് ഐതിഹ്യം. തിരക്കേറിയ ഈ ആധുനിക തെരുവിനെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ പഴയ മണൽക്കുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജീവനുള്ള ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കണ്ണിയാണിത്. ക്ഷേത്രത്തിനുള്ളിൽ ഗണപതിയുടെ 32-ലധികം രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ നർത്തന ഗണപതി എന്നറിയപ്പെടുന്ന നൃത്തം ചെയ്യുന്ന അപൂർവ രൂപവും ഈ ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഭാരതത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ഗണപതിയെ ബ്രഹ്മചാരിയായിട്ടാണ് ആരാധിക്കാറുള്ളതെങ്കിൽ ഇവിടെ ബുദ്ധി സിദ്ധി എന്ന തൻ്റെ 2 പത്നിമാർക്കൊപ്പമാണ് വിനായകൻ വാഴുന്നത്. മണകുള വിനായകർ ക്ഷേത്രത്തിൽ ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് സമാധിയായ തൊള്ളൈക്കാതു സിദ്ധരുടെ ഒരു സമാധി സ്ഥാനവുമുണ്ട്. ആ പേര് തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത സൂചിപ്പിക്കുന്നുണ്ട്. വലിയ ദ്വാരങ്ങളുള്ള നീളമേറിയ കാതുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതാണ് തൊള്ളൈക്കാതു. പുരാതനമായ സന്യാസ പാരമ്പര്യത്തിന്റെ ഭാഗമായാണ് ഇത്തരം കാതുകൾ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഇന്നും പോണ്ടിച്ചേരിയിലെ മാതാപിതാക്കൾ തങ്ങളുടെ നവജാത ശിശുക്കളെ മറ്റ് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ സമാധി സ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രത്യേക അനുഗ്രഹം തേടാറുണ്ട്. രാത്രിയാകുന്നതോടെ ക്ഷേത്രത്തിൽ സവിശേഷമായ ഒരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. രാത്രി 9:30 അവസാന പൂജകൾക്ക് ശേഷം ഭഗവാന്റെ പാദങ്ങളെ പ്രതികരിക്കുന്ന രൂപം ഒരു പല്ലക്കിലേക്ക് മാറ്റുന്നു. നാദസ്വരത്തിൻ്റെയും തകിലിൻ്റെയും അകമ്പടിയോടെ ഈ പല്ലക്ക് പള്ളിയറയിലേക്ക് ആനയിക്കുന്നുണ്ട്. സാധാരണയായി ശിവക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരാറുള്ള ഈ ചടങ്ങ് ഇവിടെ ഭക്തിപൂർവ്വം വിനായകന് വേണ്ടി ആചരിക്കുന്നു. പോണ്ടിച്ചേരിയുടെ തന്നെ അധിപനായ ഈ വിനായകൻ ഒരു രാജാവിനെ പോലെ തന്നെ എല്ലാ ആദരവുകളോടും കൂടി രാത്രിയിൽ വിശ്രമിക്കാൻ ഒരുങ്ങുന്ന മനോഹരമായ കാഴ്ചയാണത്. നമ്മളിപ്പോൾ പോണ്ടിച്ചേരിയുടെ ഹൃദയഭാഗത്തുള്ള ഭാരതി പാർക്കിലെത്തിയിരിക്കുകയാണ്. പുരാതനമായ മരങ്ങളും വിശാലമായ പുൽത്തകടികളും നിറഞ്ഞ ഇവിടം നഗരത്തിലെ ഒരു മനോഹരമായ പ്രകൃതിദത്ത ഇടമാണ്. നാട്ടുവിശേഷങ്ങളും രാഷ്ട്രീയവും തത്വശാസ്ത്രവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നിങ്ങൾക്ക് ഇവിടെ എപ്പോഴും കാണാം. ഒത്തുചേരലിന്റെയും ചർച്ചകളുടെയും ഈ സംസ്കാരം പോണ്ടിച്ചേരിയുടെ സ്വത്വത്തിന്റെ തന്നെ ഭാഗമാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചരിത്ര സ്മാരകമാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഈ പാർക്കിന് ചുറ്റും ശ്രദ്ധിച്ചു നോക്കിയാൽ പുരാതനമായ 4 കരിങ്കൽ തൂണുകൾ നിങ്ങൾക്ക് കാണാം. ചരിത്ര പ്രസിദ്ധമായ ജിഞ്ചി കോട്ടയുടെ അവശിഷ്ടങ്ങളാണിവ. പാർക്കിന്റെ മധ്യഭാഗത്തായി തിളങ്ങുന്ന വെള്ള നിറത്തിൽ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ഒന്നാണ് ആയി മണ്ഡപം. മനോഹരമായ തൂണുകളോടുകൂടിയ ഗ്രീക്ക് റോമൻ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മണ്ഡപത്തെ സവിശേഷമാക്കുന്നത് അതിന്റെ ഭംഗി മാത്രമല്ല, ഇതിന് പിന്നിലെ അവിശ്വസനീയമായ ഒരു കഥ കൂടിയാണ്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ ഭരണകാലത്താണ് ഈ കഥ തുടങ്ങുന്നത്. ഒരിക്കൽ പോണ്ടിച്ചേരി സന്ദർശിക്കവേ തീരത്തിനടുത്ത് ദീപങ്ങളാൽ അലങ്കരിച്ച അതിമനോഹരമായ ഒരു കെട്ടിടം അദ്ദേഹം കണ്ടു. ഭക്തനായ അദ്ദേഹം അതൊരു ക്ഷേത്രമാണെന്ന് കരുതി ആദരവോടെ വണങ്ങി. എന്നാൽ അതൊരു ക്ഷേത്രമല്ലെന്നും ആയി എന്ന ഒരു നർത്തകിയുടെ വീടാണെന്ന് പറഞ്ഞപ്പോൾ രാജാവിന് അങ്ങേയറ്റം ദേഷ്യം വന്നു. ആ കെട്ടിടം ഉടൻ തന്നെ തകർത്ത് കളയാൻ അദ്ദേഹം ഉത്തരവിട്ടു. ജീവന് വേണ്ടി ഒരിക്കലും ആയി രാജാവിനോട് യാചിച്ചില്ല. പകരം മനോഹരമായ ഒരു വാഗ്ദാനം അവൾ രാജാവിന് മുന്നിലേക്ക് വെച്ചു. സ്വന്തം വീട് അവൾ തന്നെ പൊളിച്ചു നീക്കാം, അവളുടെ തന്നെ സമ്പത്ത് ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി ആ വീട് നിൽക്കുന്ന ഭാഗത്ത് ഒരു വലിയ ജലസംഭരണി നിർമ്മിക്കാൻ അനുവദിക്കണം. രാജാവ് അത് സമ്മതിച്ചു. അവൾ നിർമ്മിച്ച ആ കുളമാണ്
പിന്നീട് ആയിക്കുളമായി അറിയപ്പെട്ടത്. നഗരത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ആയിക്കുളം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരി ഭരിക്കുമ്പോൾ ഈ നഗരത്തിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിട്ടു. അവർ കുഴിച്ച കിണറുകളിലെല്ലാം ഉപ്പുവെള്ളമായിരുന്നു ലഭിച്ചിരുന്നത്. ഇതിന് ഒരു പരിഹാരം കാണാനായി നെപ്പോളിയൻ മൂന്നാമൻ തന്റെ വാസ്തുശില്പിയായ മോൺസിയർ ലാമറസിനെ ചുമതലപ്പെടുത്തി. പലതരം അന്വേഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ആയിക്കുളം കണ്ടെത്തുകയും അതിലെ വെള്ളം ശുദ്ധവും സമൃദ്ധവുമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. 5 കിലോമീറ്റർ നീളത്തിൽ ഒരു ഭൂഗർഭ തുരങ്കം നിർമ്മിച്ച് അദ്ദേഹം ആയിക്കുളത്തിലെ ആ വെള്ളം നേരിട്ട് ഈ ഫ്രഞ്ച് ക്വാർട്ടറിലേക്ക് എത്തിച്ചു. അങ്ങനെ ഈ നഗരത്തിലെ ജലപ്രതിസന്ധിക്ക് ശാശ്വതമായ ഒരു പരിഹാരം അവർ കണ്ടെത്തി. ഈ ജലസംഭരണിക്ക് പിന്നിലെ സ്ത്രീയുടെ കഥയറിഞ്ഞ നെപ്പോളിയൻ മൂന്നാമൻ വളരെയധികം വികാരധീനനായി. അവരുടെ സ്മരണയ്ക്കായി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു സ്മാരകം പണിയാൻ അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെ 1854 ലൂയിസ് ഗുറെ തന്നെ ഈ മനോഹരമായ ആയി മണ്ഡപം നിർമ്മിച്ചു. സന്ദർശകർ അധികം ശ്രദ്ധിക്കാത്ത മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഫ്രഞ്ച് രാജകീയ ചിഹ്നമായ ഫ്ലുവർ ഡിലിസ് മുകളിൽ പതിപ്പിച്ച ഈ വെള്ളമന്ദിരം വെറുമൊരു സ്മാരകം മാത്രമല്ല, ഇത് പുതുച്ചേരിയുടെ ഔദ്യോഗിക ചിഹ്നം കൂടിയാണ്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഇന്ത്യൻ സ്ത്രീയോടുള്ള ഫ്രഞ്ച് ഭരണകൂടത്തിന്റെ ആദരവ് ഇന്ന് ഈ നഗരത്തിന്റെ തന്നെ അടയാളമായി മാറിയിരിക്കുന്നു. ഈ ആയി മണ്ഡപത്തിന് മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ ഒരു കഥയ്ക്ക് കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒരു നർത്തകിയുടെ ഉദാര മനസ്കത 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു കോളനി ഭരണകൂടത്തിന്റെ ജലപ്രതിസന്ധി പരിഹരിക്കുകയും ആ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ അവൾക്ക് എന്നേക്കുമായി ഒരിടം വിദേശ ഭരണാധികാരികളാൽ നേടിക്കൊടുക്കുകയും ചെയ്തു. ഫ്രഞ്ച് ക്വാർട്ടറിലെ തിരക്കേറിയ തെരുവുകൾ പിന്നിട്ട് നമ്മൾ ഇനി എത്തിച്ചേരുന്നത് അരിയങ്കൊപ്പം പുഴയുടെ ശാന്തമായ തീരത്തേക്കാണ്. ഇതാണ് അരിക്കമേട്. ദക്ഷിണേന്ത്യയിലെ തന്നെ തുറമുഖ നഗരങ്ങളുടെ മാതാവ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പുഴയോരത്തെ ഇടതൂർന്ന കണ്ടൽക്കാടുകളിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തിയും ഈ പ്രദേശത്ത് എത്തിച്ചേരാവുന്നതാണ്. ഈ ചരിത്രഭൂമിയിലേക്ക് എത്തിച്ചേരാൻ ഇതിലും മനോഹരവും ശാന്തവുമായ മറ്റൊരു വഴി ഉണ്ടാകില്ല. പഴക്കം ചെന്ന ചുവന്ന ഇഷ്ടിക കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും കാറ്റിലാടുന്ന തെങ്ങുകളും നിറഞ്ഞ തികച്ചും സമാധാനപരമായ ഒരു പ്രദേശമാണിത്. എങ്കിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു. പുരാവസ്തു ഗവേഷകർ ഇവിടെ നടത്തിയ പര്യവേഷണങ്ങളിൽ പണ്ട് മസ്ലിൻ തുണികൾ ചായം മുക്കിയെടുത്തിരുന്ന വലിയ തൊട്ടികളും അവ സൂക്ഷിച്ചിരുന്ന പാണ്ഡികശാലകളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. റോമിലെ ഉന്നത കുലജാതർ അക്കാലത്ത് അങ്ങേയറ്റം വിലമതിച്ചിരുന്ന ഒരു ആഡംബര വസ്ത്രമായിരുന്നു ഭാരം കുറഞ്ഞ നേർത്ത മസ്ലിൻ തുണികൾ. റോമൻ നാണയങ്ങൾ, ഗ്ലാസ് പാത്രങ്ങൾ, ചെറിയ ഗ്ലാസ് മുത്തുകൾ, മെഡിറ്ററേനിയൻ തീരങ്ങളിൽ നിന്ന് വീഞ്ഞും ഒലിവോയിലും എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന ആംഫോറ എന്നറിയപ്പെടുന്ന നീളമേറിയ ജാറുകളുടെ കഷ്ണങ്ങൾ എന്നിവയും ഇവിടെ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അരയ്ക്കൊപ്പം ഉയരത്തിൽ കാണുന്ന ഈ ഇഷ്ടിക തറകളിലേക്ക് ഒന്ന് നോക്കൂ. BC 2-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രത്തിന്റെ ഭാഗങ്ങളാണിവ. ഈ കണ്ടെത്തലുകൾ ഒരു കാര്യം അടിവരയിടുന്നുണ്ട്. ആയിരക്കണക്കിന് മൈലുകൾ സമുദ്രം താണ്ടി റോമൻ വ്യാപാരികൾ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. തങ്ങളുടെ സ്വർണത്തിന് പകരമായി ഇവിടുത്തെ സുഗന്ധവ്യഞ്ജനങ്ങളും വിലപിടിപ്പുള്ള കല്ലുകളും മുത്തുകളും അവർ കൊണ്ടുപോയിരുന്നു. ഇവിടെ നിർമ്മിച്ച വിശിഷ്ടമായ മുത്തുകൾ ഈജിപ്തിൽ നിന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് അരിക്കമേടിന്റെ അന്നത്തെ ആഗോള സ്വാധീനം വെളിപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ പ്രൗഢിയോടെ നിലനിൽക്കുന്ന ഉയരമേറിയ കമാനങ്ങൾ യഥാർത്ഥത്തിൽ 18-ാം നൂറ്റാണ്ടിലെ ഒരു ഫ്രഞ്ച് ജെസൂട്ട് മിഷൻ ഹൗസിന്റെ അവശിഷ്ടങ്ങളാണ്. പഴയ ചരിത്രാവശിഷ്ടങ്ങൾക്കും മൺകൂനകൾക്കും മുകളിലായി വളരെ ബുദ്ധിപരമായാണ് ജെസ്യൂട്ടുകൾ തങ്ങളുടെ ഈ കെട്ടിടം പണിതത്. റോമൻ കാലഘട്ടത്തിലെ തകർന്നുപോയ കെട്ടിടങ്ങളിൽ നിന്നുള്ള ഇഷ്ടികകൾ തന്നെ അവർ ഇതിനായി പുനരുപയോഗിച്ചിരുന്നു. നൂറ്റാണ്ടുകളിലൂടെ അവശിഷ്ടങ്ങളായി തീർന്ന അതേ ചുവന്ന മണ്ണിഷ്ടികകൾ കൊണ്ടാണ് ഇന്നും ഈ ചുവരുകൾ ഇവിടെ നിലനിൽക്കുന്നത്. കട്ടിയേറിയ ഈ മനോഹരമായ കമാനങ്ങൾ വെറും അലങ്കാരത്തിനു വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. അന്നത്തെ മികച്ച എഞ്ചിനീയറിംഗിന്റെ ഉദാഹരണം കൂടിയാണിവ. എയർ കണ്ടീഷനിങ് വരുന്നതിനും എത്രയോ മുൻപ് തന്നെ കടൽക്കാറ്റ് കെട്ടിടത്തിനുള്ളിലേക്ക് സുഗമമായി പ്രവേശിക്കാനും അകത്തളം തണുപ്പിക്കാനും ഈ കമാനങ്ങൾ സഹായിച്ചിരുന്നു. കൂടാതെ ഉയരത്തിലുള്ള വീതിയേറിയ ഈ പുരാതന ഭിത്തികൾ കാലവർഷത്തിലെ വെള്ളപ്പൊക്കത്തിൽ നിന്നും പുഴയിലെ വേലിയേറ്റങ്ങളിൽ നിന്നും ഈ കെട്ടിടത്തെ സംരക്ഷിക്കുന്ന ഒരു സ്വാഭാവിക തടയണയായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ള അരിക്കമേട് ശാന്തമായ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. പോണ്ടിച്ചേരിയുടെ സാംസ്കാരിക വിനിമയത്തിന്റെ കഥ തുടങ്ങുന്നത് ഫ്രഞ്ചുകാരും വരുന്നതിന് എത്രയോ മുൻപെയാണെന്ന് അരിക്കമേട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2000 വർഷത്തെ സമ്പന്നമായ ചരിത്രമാണ് ഈ മണ്ണിൽ മാറ്റൊലികൊള്ളുന്നത്. നമ്മൾ ഇതുവരെ കേട്ട ഐതിഹ്യങ്ങളുടെയും ചരിത്രത്തിന്റെയും നേരിട്ടുള്ള തെളിവുകൾ തേടി നമ്മൾ വീണ്ടും ഫ്രഞ്ച് ക്വാർട്ടറിന്റെ ഹൃദയഭാഗത്തേക്ക് മടങ്ങുന്നു. ഒരു കാലത്തെ നിയമകാര്യ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന 18-ാം നൂറ്റാണ്ടിലെ പ്രൗഢമായ ഒരു കൊളോണിയൽ കെട്ടിടത്തിലാണ് ഇന്ന് പുതുച്ചേരി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരത്തിന്റെ ചരിത്രത്തെ കാത്തുസൂക്ഷിക്കുന്ന നിശബ്ദനായ ഒരു കാവൽക്കാരനാണ് ഈ മ്യൂസിയം. അകത്ത് ഫോട്ടോഗ്രാഫിക്ക് കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. പോണ്ടിച്ചേരിക്ക് പുരാതന ലോകവുമായി ഉണ്ടായിരുന്ന
ആഗോള ബന്ധങ്ങളുടെ വിലമതിക്കാനാവാത്ത തെളിവുകൾ ഇവിടെ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. മ്യൂസിയത്തിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുറ്റത്തുള്ള കാഴ്ചകളും നമ്മൾ വിസ്മയിപ്പിക്കും. വിവിധ ഹൈന്ദവ ദൈവങ്ങളുടെ കരിങ്കലിൽ തീർത്ത മനോഹരമായ ശില്പങ്ങൾ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ നീണ്ട ഭക്തിയുടെ നിശബ്ദ സാക്ഷികളാണിവ. ഒരേ ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മ്യൂസിയത്തിനകത്തുള്ള പെയിന്റിംഗ് ഗാലറിയും സന്ദർശിക്കാവുന്നതാണ്. നിരവധി വിദേശികളുടെയും ഭാരതീയരുടെയും പെയിന്റിങ്ങുകൾ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിന്റെ കലാപരമായ വളർച്ചയും മാറ്റങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പോണ്ടിച്ചേരിയുടെ ചരിത്രവും ആത്മീയ കേന്ദ്രങ്ങളും തിരഞ്ഞുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഈ നഗര കേന്ദ്രത്തിലെ തിരക്കിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഇവിടെ പോണ്ടിച്ചേരി ലളിതമായ ദൈനംദിന നിമിഷങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ കൂടുതൽ അനാവൃതമാവുകയാണ്. നാടൻ രുചികൾ തേടിയുള്ള ചെറിയ ഇടവേളകൾ, മിക്സറും ഗ്രൈൻഡറും ഒന്നുമില്ലാതെ കൈകൊണ്ട് ഞെക്കിപ്പിഴിഞ്ഞു തരുന്ന നാടൻ ഫ്രഷ് ജ്യൂസ് കടകൾ, വളരെ പെട്ടെന്ന് നമ്മുടെ കാരിക്കേച്ചർ വരച്ചു തരുന്ന തെരുവ് കലാകാരന്മാർ. ഒരല്പം കൂടി മുന്നോട്ട് നടന്നാൽ ഈ നഗരത്തിൻ്റെ സർഗാത്മകത വിളിച്ചോതുന്ന മനോഹരമായ ബൊട്ടിക്കുകളും വർണ്ണാഭമായ കാഴ്ചകളും നിറഞ്ഞ തെരുവുകളിലേക്ക് നമ്മളെത്തും. ഓരോ തെരുവോരവും ശ്രദ്ധയോടെ ഒരുക്കിയ ഒരു ചിത്രകലാ ഗ്യാലറി പോലെ തോന്നിപ്പിക്കുന്ന, കണ്ടും കേട്ടും തൊട്ടും രുചിച്ചും അറിയാൻ കഴിയുന്ന ഒരു വിരുന്ന് തന്നെയാണ് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയുടെ ഏറ്റവും സ്വാദിഷ്ടമായ ആധുനിക പാരമ്പര്യങ്ങളിലൊന്നായ യഥാർത്ഥ ഫ്രഞ്ച് ബേക്കിംഗ് ആസ്വദിക്കാതെ ഇവിടുത്തെ യാത്ര ഒരിക്കലും പൂർണ്ണമാകില്ല. യാത്രയുടെ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് വൈറ്റ് ടൗണിലെ പ്രശസ്തമായ ബേക്കർ സ്ട്രീറ്റിലാണ്. കാലങ്ങളായുള്ള ഒരു പാരമ്പര്യം ഇവിടെ തോന്നിപ്പിക്കുമെങ്കിലും 2008 അലൈൻ ക്രിസ്റ്റോഫ് എന്ന ഫ്രഞ്ച് പ്രവാസിയാണ് ഈ ഐതിഹാസിക ബേക്കറി ഇവിടെ സ്ഥാപിച്ചത്. ഇന്ത്യയിലേക്ക് ഒരു യഥാർത്ഥ കൺസെപ്റ്റ് സ്റ്റോർ കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതൊരു വെറും ബേക്കറി മാത്രമല്ല, പാരീസിലെ തെരുവുകളിൽ കാണുന്ന അതേ ഫ്രഞ്ച് രുചികൾ ദക്ഷിണേന്ത്യയിലെ ഈ കാലാവസ്ഥയിലും വിജയകരമായി പരീക്ഷിക്കാമെന്ന് ഈ സ്ഥാപനത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. അതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ തിരക്ക്. പോണ്ടിച്ചേരിയിലെത്തിയാൽ ഇവിടെ നിന്ന് രുചിക്കാതെ ഒരു സഞ്ചാരിയും മടങ്ങാറില്ല എന്ന വിധം ഇന്ന് അതിപ്രശസ്തമായി കഴിഞ്ഞു ഈ ബേക്കർ സ്ട്രീറ്റ്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വെണ്ണയുടെയും വിവിധ പലഹാരങ്ങളുടെയും മനം മയക്കുന്ന ഗന്ധമാണ്. തൊടുമ്പോൾ തന്നെ മുരിഞ്ഞു പൊട്ടുന്ന ബാഗറ്റുകൾ മുതൽ കൃത്യമായ പാളികളുള്ള മനോഹരമായ ക്രോസന്റുകൾ വരെ ഇവിടെയുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫ്രഞ്ച് രുചികളുടെ കലവറ ഇവിടെ പോണ്ടിച്ചേരിയിൽ പുനർജനിക്കുന്നു. ഇവിടെ ഇരുന്ന് ആ ശാന്തമായ നിമിഷം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു കപ്പ് കാപ്പി നുണയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുക പോണ്ടിച്ചേരി അതിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും തെരുവുകളെയും എങ്ങനെയാണ് നിത്യജീവിതവുമായി ഇഴചേർക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇതാണ് പോണ്ടിച്ചേരി. ഒരിക്കൽ വന്നാൽ, ഇവിടം അനുഭവിച്ചാൽ വീണ്ടും മടങ്ങി വരാൻ മനസ്സാഗ്രഹിക്കുന്ന ഒരിടമാണ്.